ഇതാ കൊല്ലത്തെ മനോഹരമായ തീരപ്രദേശത്തുകൂടി ഉസ്താദിന്റെ കേരള യാത്ര കടന്നു പോവുകയാണ്. ഉസ്താദ് ഇതാ ഈ യാത്രയിൽ നമുക്കൊപ്പം ചേരുന്നു. ഉസ്താദ്, കേരള യാത്ര നാളെ സമാപിക്കുകയാണ്. എന്തൊക്കെയാണ് കേരള യാത്രയുടെ അനുഭവങ്ങൾ? കേരള യാത്ര വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. ജനങ്ങൾ എല്ലാം മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ തലങ്ങളിലും തടിച്ചുകൂടുന്ന ജനങ്ങളുടെ ആവേശം ഈ കേരള യാത്ര കൊണ്ട് ഇവിടെ ഭരണരംഗത്തും മറ്റ് എല്ലാ രംഗങ്ങളിലും വ്യത്യാസമുണ്ടാകാനും അഭിവൃദ്ധി ഉണ്ടാവാനും കാരണമാവും എന്നാണ് ജനങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ഓരോ സ്ഥലത്തും എത്തുമ്പോൾ അവിടെയുള്ള പ്രാദേശിക വിവരങ്ങൾ അന്വേഷിക്കുകയും അവ എഴുതി വെച്ച് റിപ്പോർട്ടാക്കി ഗവൺമെന്റിന് കൊടുക്കുകയും ചെയ്യുന്നു. കേരള ഗവൺമെന്റിന് കൊടുക്കേണ്ടത് അവിടെ കൊടുക്കുന്നു, കേന്ദ്രത്തിലേക്ക് അയക്കേണ്ടത് കേന്ദ്രത്തിന് അയക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെന്ന ഈ വിവരം ജനങ്ങൾ അറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ഉള്ളത്. അതാണ് ഉസ്താദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. മനുഷ്യർക്ക് വേണ്ടിയുള്ള യാത്രയാണിത്. മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് ഈ യാത്ര ചർച്ച ചെയ്യുന്നത്. ഈ യാത്രയിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ ഓരോ ജില്ലയിലേക്ക് യാത്ര കടന്നു പോകുമ്പോഴും അവിടുത്തെ നൂറ് പ്രശ്നങ്ങൾ ഉസ്താദിന് മുന്നിലെത്തുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഉസ്താദ് അത് തിരുവനന്തപുരത്ത് നാളെ മുഖ്യമന്ത്രി വരുമ്പോ മുഖ്യമന്ത്രിക്ക് ഒരു മമാറാണ്ടമായി സമർപ്പിക്കുമെന്നാണ് ഉസ്താദ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അതെ, കേരള യാത്രയുടെ ആവേശം ഇതാ കൊല്ലത്തിന്റെ മണൽപ്പരപ്പുകളിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ ഇതാ കൊല്ലത്തിന്റെ മണ്ണിലൂടെ കേരള യാത്ര കടന്നു പോകുമ്പോ യാത്രാ ഉപനായകൻ ഖലീൽ തങ്ങൾ ഉസ്താദ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഉസ്താദെ, വളരെ ആവേശമായിട്ട് ഈ യാത്ര ഇങ്ങനെ കൊല്ലത്തെത്തി നിൽക്കുന്നു. നാളെ കേരള യാത്രയുടെ സമാപനമാണ്. എന്താണ് ഉസ്താദിന് പറയാനുള്ളത്? 1930 വരെയും കേരളത്തിലെ ഏക എയർപോർട്ട് കൊല്ലം ആശ്രം മൈതാനിയിലായിരുന്നു. ആ ആശ്രം മൈതാനി 1932 തിരുവനന്തപുരം എയർപോർട്ട് വന്നതിൻ്റെ ശേഷമാണ് അത് ഒഴിവായത്. ആ ആശ്രം മൈതാനിയിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ഞങ്ങൾ ആലോചിക്കുന്നത് ഇന്ന് ഇത്രമാത്രം വിപുലമാണെങ്കിൽ നാളെ തിരുവനന്തപുരം എന്തായിരിക്കും എന്നാണ്. ഞങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് വമ്പിച്ച ജനപ്രവാഹം, ഒരൊറ്റ ട്രെയിനും ഒരൊറ്റ ബസ്സും കിട്ടാനില്ല. എല്ലാ കുഗ്രാമങ്ങളിലും ബസ്സുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എല്ലാ പ്രായം ചെന്നവരും വെള്ളിയാഴ്ച ജുമാ ആയതുകൊണ്ട് തന്നെ നേരത്തെ എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങൾ ഇന്ന് യോഗം ചേർന്ന് എങ്ങനെയാണ് ഇവരൊക്കെയും സ്വീകരിക്കേണ്ടത്, സൗകര്യമൊരുക്കേണ്ടത്. ഞങ്ങൾ യാത്രയ്ക്ക് മുമ്പ് തീരുമാനിച്ചിരുന്നത് കേവലം 6500ഓളം വരുന്ന CG അംഗങ്ങളുടെ പരേഡ് മാത്രമായിരുന്നു. പല വേദികളിലും വിനീതൻ പ്രസംഗിച്ചിരുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയിൽ ലക്ഷങ്ങൾ നിരത്തിക്കൊണ്ടല്ല ആഘോഷിക്കാറുള്ളത്, മിലിറ്ററിയുടെ പരേഡ് കൊണ്ടാണ് എന്ന പോലെ ഇത്തവണ വലിയൊരു സമാപനം ജനക്കൂട്ടം വേണ്ടെന്ന് തീരുമാനിച്ചും ഞങ്ങളുടെ കണക്കുകൂട്ടുകൾ തെറ്റിച്ച് ജനമനസ്സുകൾ, അത് ജാതി മതഭേദമന്യേ ഞങ്ങൾ 17 സ്ഥലങ്ങൾ 16 സ്ഥലത്തെത്തിയപ്പോഴും അതാത് നാട്ടിലെ പൗരപ്രധാനികൾ, പ്രമുഖർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, സ്വാമിജിമാർ, പാതിരിമാർ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് ഞങ്ങളെ സ്വീകരിക്കുന്ന ഒരു രംഗം ഈ ആയുഷ്കാലത്തിനുള്ളിൽ ഇത്രയും ഐക്യവും ഒത്തൊരുമയും ഉണ്ടാക്കാൻ സാധിച്ച ഒന്ന് ഈ മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന സുൽത്താൻ കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്രയാണ്. ഈ കേരള യാത്ര കുട്ടികളുടെ ഹൃദയങ്ങളിൽ കുട്ടിക്കാലങ്ങളെ കല്ലിൽ കൊത്തിവെക്കുന്ന പോലെ മനുഷ്യർക്കൊപ്പം ഇനി അത് മായ്ച്ചു കളയാൻ ആർക്കും കഴിയില്ല. വല്ല വിഭാഗീയതയും വർഗീയതയുമുള്ളവർ അതിനെ മങ്ങലേറ്റ് അത് പോഴി എല്ലാവരും മനുഷ്യർക്കൊപ്പമായി മാറ്റുന്ന എന്ത് 100 സമ്മേളനം നടത്തിയാലും ചെയ്യാത്ത അത്രയും വലിയ ഫലമാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത്. ഇത് ചരിത്രത്തിൽ എന്നും തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. ഇതിൻ്റെ ഭരണകൂടം ഞങ്ങൾക്ക് നൽകുന്നത്, പ്രത്യേകിച്ച് ഞങ്ങളുടെ വളണ്ടിയർമാർ, യാത്രാംഗങ്ങൾ,
ഞങ്ങളുടെ മെഡിക്കൽ വിങ്, അതുപോലെ തന്നെ സിറാജ് ലൈവ് ഞങ്ങൾ ഈ വിഷയത്തിൽ നന്നായി സഹകരിച്ചിട്ട് സെയ്ദ് ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ഷബീബ് ആദ്യം തൊട്ട് ഇന്നേ വരെയും അവർ വിശ്രമമില്ലാത്ത, അതുപോലെ തന്നെ മീഡിയ ടീം കണ്ടൻ്റ് എടുക്കുന്നവരും എഡിറ്റിംഗ് ചെയ്യുന്നവരും അത് ലൈവാക്കുന്നവരും അത് അപ്പോൾ പുറം ലോകത്തേക്ക് എത്തിച്ചേരുന്നവർ എങ്ങനെ ഇത് നടന്നു എന്ന് ഇത് ഞങ്ങളാരെയും ഈവൻ്റ് ടീമിനെ ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങളാർക്കും ഇതിന് വലിയ ഇതെല്ലാം സേവന മനസ്സോടുകൂടെയാണ് ചെയ്യുന്നത് എന്നതാണ് ഇത് ഏറ്റവും വലിയ പ്രാധാന്യം. പലപ്പോഴും ഇതുപോലുള്ള സംരംഭങ്ങൾ ഈവൻ്റ് ടീമിനെ ഏൽപ്പിച്ചുകൊണ്ട് കോടികൾ മുടക്കിക്കൊണ്ടാണ് ഞങ്ങളതൊന്നുമില്ലാതെ ജനമനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക്, നാക്കിൽ നിന്ന് നാക്കുകളിലേക്ക്, കാതുകളിലേക്ക് അങ്ങനെ. കാരണം പലപ്പോഴും റിയാലിറ്റി ഉണ്ടാകാറില്ല, പബ്ലിസിറ്റിയാണ് ഉണ്ടാവാറ്. ഉണ്ടെങ്കിൽ തന്നെ 80-20, 20% റിയാലിറ്റിയും ഈ 80% പബ്ലിസിറ്റിയും. ഇവിടെ 100% റിയാലിറ്റിയാണ് ഈ മനുഷ്യത്വം എന്ന പ്രമേയം ജനങ്ങൾ മുഴുവനും ഏറ്റെടുത്തിരിക്കുന്നു, ലോകം മുഴുവനും ഏറ്റെടുത്തിരിക്കുന്നു. ഇതേ സമയത്ത് പ്രവാസികൾ എല്ലാ സ്ഥലങ്ങളും അയ്യുഹന്നാസ് 5 ലക്ഷം മലയാളികളിലേക്ക്, അതുപോലെ തന്നെ ലണ്ടനിൽ ICF-ൻ്റെയും RSCയുടെയും KCF-ൻ്റെയും പ്രവർത്തകർ ഇതിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള പല വിഭാഗം ആളുകളും ഞങ്ങൾക്ക് ഓരോ നിമിഷവും അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ച സന്ദേശങ്ങളാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെല്ലാം അവരുടെ മനസ്സിലെത്തി ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കെല്ലാവർക്കും നന്ദി വാക്കുകളിലൂടെയല്ല, ഞങ്ങളുടെ പ്രാർത്ഥനകളിലൂടെയാണ്. ഞങ്ങളുടെ സദാസമയത്തും ഇൻഷാ അല്ലാഹ് നാളെ കേവലം ഒരു കൂടിപ്പിരിയലല്ല, 17 സ്ഥലങ്ങളിലെയും അതാത് നാടുകളിലെ ഏറ്റവും അതിപ്രധാനമായ വിഷയങ്ങൾ ഞങ്ങൾ ജനപ്രതിനിധികളിൽ നിന്ന്, വ്യാപാര വ്യവസായ പ്രമുഖരിൽ നിന്ന് സ്നേഹവിരുന്നിലൂടെ ക്രോഡീകരിച്ച് അതാത് സ്ഥലങ്ങൾ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അതെല്ലാം വിശദീകരിച്ച് നാളെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞങ്ങൾ ഇതെല്ലാം സമർപ്പിക്കുന്നതാണ്. കൊല്ലത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ വർക്കല തൊട്ടിട്ട് അമ്പലപ്പുഴ വരെ 85 കിലോമീറ്റർ, 2 ലക്ഷം മത്സ്യത്തൊഴിലാളികൾ, 50,000 മത്സ്യത്തൊഴിലാളികളും സേവനം ചെയ്യുന്നിടത്ത് കരിമണൽ ഖനനത്തിലൂടെ വലിയ പ്രതിസന്ധിയാണ് നേരിടാനിരിക്കുന്നത്. ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ് 305 ടണ്ണ് കരിമണൽ ഖനനത്തിനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ നിയമം പുനഃപരിശോധിക്കണം. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി അതിൽ പരീക്ഷാ പേപ്പറുകളും പരീക്ഷകളും അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റുകളും വെടുകുന്നത് കൊണ്ട് തുടർ പഠനത്തിന് കുറേ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, ESI ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ഗതാഗത കുരുക്കുകൾ 1930 എയർപോർട്ട് ഉണ്ടായിരുന്ന കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ഇന്ന് യാത്രാ ദുരിതം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തെരുവുനായ ശല്യം 5 ലക്ഷം ആളുകൾക്കാണ് കേരളത്തിൽ തെരുവുനായ കടിയേറ്റത്. ആയതുകൊണ്ട് ഞങ്ങൾ കൊല്ലം കോർപ്പറേഷനുമായി സംസാരിച്ചപ്പോൾ അതിന് പ്രതിവിധി ചെയ്യാമെന്നും അതിന് വേണ്ടി നായക്ക് വേണ്ടി മാത്രം പ്രത്യേക ഏരിയ നിശ്ചയിച്ച് ഞങ്ങളത് പ്രാവർത്തികമാക്കാൻ തീരുമാനിക്കുന്നു എന്ന്. വന്യജീവികളുടെ ശല്യം പല ഭാഗങ്ങളിലും വരുന്നുണ്ട്, അവർക്ക് പരിഹാരങ്ങളും കൂടി നിർദ്ദേശിക്കുന്നുണ്ട്. വന്യജീവികൾ പുറത്തേക്ക് വരുന്നത് പരമപ്രധാനമായും 2 കാരണങ്ങളെ കൊണ്ടാണ്. ഒരു കാരണം അവർക്ക് വേനൽ രൂക്ഷമാകുമ്പോൾ കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല, അവർക്ക് തണുപ്പിക്കാൻ വെള്ളം കിട്ടുന്നില്ല. മറ്റൊന്ന് അവർക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളില്ല, ചക്കയും മാങ്ങയും മറ്റു പഴങ്ങളും ഭക്ഷിക്കാനാണ്. ഇവിടെ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു പരിഹാര മാർഗം ഈ വനങ്ങൾ മുഴുവനും ചക്കയും മാങ്ങയും പിലാവ് നട്ടുപിടിപ്പിച്ചാൽ അതുകൊണ്ട് നല്ല ഓക്സിജൻ കിട്ടും. മാത്രമല്ല യഥേഷ്ടം പഴങ്ങളുണ്ടാകും. അതോടുകൂടെ തന്നെ പല വനങ്ങളിലും യഥേഷ്ടം ജലസ്രോതസ്സുകളുണ്ട്, അതടഞ്ഞതാണ്. അത് കണ്ടെത്തി അത് സൗകര്യപ്രദമാക്കുക. ഇനി ഇല്ലാത്ത സ്ഥലങ്ങൾ ആർട്ടിഫിഷ്യൽ തടാകങ്ങൾ ഉണ്ടാക്കി അങ്ങനെ വന്യജീവികളെ വനങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തിയാൽ ഇവിടെ മനുഷ്യരും രക്ഷപ്പെടും, വന്യജീവികളും രക്ഷപ്പെടും. എല്ലാം മനുഷ്യരാണ് താരം, മനുഷ്യർക്കൊപ്പം എന്നതാണ്. മനുഷ്യരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് വയോജനങ്ങൾ. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വയോജനങ്ങളുടെ സമൃദ്ധിക്ക്. വയോജനങ്ങൾ എന്നാൽ സീനിയർ എന്നാണ് ഇംഗ്ലീഷിൽ പറയാറ്. സീനിയർ എന്ന് പറഞ്ഞാൽ സീനിയർ,
അഥവാ കൂടുതൽ കണ്ട അനുഭവ സമ്പത്തുള്ളവരാണ്. അവരെ ഏതെങ്കിലും ഹേജിലോ അല്ലെങ്കിൽ എൽഡർ ഹോമിൽ അടക്കേണ്ടവരല്ല, വൃദ്ധസദനത്തിൽ തളച്ചിടേണ്ടവരല്ല. അവരിൽ നിന്ന് ധാരാളം സമ്പത്തുകളുണ്ട്, വിദ്യാസമ്പത്തുകളുണ്ട്. അതിൽ നിന്ന് നമ്മൾ പരമാവധി അവരുമായി ചോദിച്ചറിഞ്ഞ് ഇൻ്റർവ്യൂകൾ നടത്തി അത് എഴുതി രേഖപ്പെടുത്തപ്പെടേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ തോടുകളിലും പുഴയോരങ്ങളിലൊക്കെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ പല അക്രമങ്ങളും ഉണ്ടായിത്തീരുന്നത്, പല നാശനഷ്ടങ്ങളും ഉണ്ടായിത്തീരുന്നത് അഥവാ കൃഷിയിടങ്ങളിൽ ഉണ്ടായിരുന്ന ആ പ്രകൃതി സംരക്ഷണ രൂപങ്ങളൊക്കെ മാറിയത് കൊണ്ടാണ്. ഇന്ന് ഇവിടെ വന്നപ്പോൾ കൊല്ലം ജില്ലയ്ക്ക് കടന്നപ്പോൾ MLA ഓച്ചർ ഞങ്ങൾക്ക് നൽകിയ വലിയ സമ്മാനം അച്ചിപ്പായായിരുന്നു, താഴപ്പായ. ഞങ്ങൾ ആദ്യം കുട്ടിക്കാലത്ത് കണ്ടത്. അങ്ങനെ പലതും ഞങ്ങൾക്ക് ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ഇതിനെക്കുറിച്ചെല്ലാം വസ്തുനിഷ്ഠമായി ഈ വിനീതൻ കണ്ട കേരളം എന്ന ഒരു ബുക്ക് തന്നെ ഉടനെ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലെല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കും ഈ സിറാജുൽ ലൈവ്. വളരെ ഭംഗിയായി പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ, ഷനീബ് ചേർന്നുകൊണ്ട് വളരെ ഭംഗിയായി ചെയ്യുന്നു. എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു, എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. രാപ്പകൽ ഊണില്ലാത്ത ഉറക്കില്ലാത്ത സമയങ്ങളാണ്. അല്ലാഹ് ഖൈറു ബറക്കത്ത് നൽകണേ, അല്ലാഹ് ഇസ്സത്ത് നൽകണേ, അല്ലാഹ്. അതാണ് ഉസ്താദ് പറഞ്ഞ മനുഷ്യത്വം എങ്ങനെയാണ് സംഘടന മുന്നോട്ട് വെക്കുന്നത്. ഉസ്താദ് പറഞ്ഞു, പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക മാത്രമല്ല അതിനുള്ള പരിഹാരം കൂടി നിർദ്ദേശിച്ചുകൊണ്ടാണ് കേരളയാത്ര കടന്നു പോകുന്നത്. അതെ, മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തുക മാത്രമല്ല, ആ മുദ്രാവാക്യത്തിന്റെ അന്തസത്ത പാലിച്ചുകൊണ്ട് ഓരോ നാട്ടിലെത്തുമ്പോഴും ഓരോ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചാണ് കേരളയാത്ര പോകുന്നത്. അതോടൊപ്പം തന്നെ കേരളയാത്ര മനുഷ്യ ഐക്യത്തിന്റെ തന്നെ ചിത്രമായി മാറുകയായിരുന്നു. ഇപ്പോൾ കേരളയാത്ര ഉപനായകനായ പേരോട് ഉസ്താദ് ഈ യാത്രക്കിടയിൽ റാലിക്കിടയിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ഉസ്താദെ, കേരളയാത്ര എന്ന് പറയുമ്പോൾ സാധാരണ യാത്രയിൽ നിന്ന് വലിയ വ്യത്യാസമായി തോന്നുന്നത് എല്ലാവരും ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യാത്രയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഉസ്താദിന് എങ്ങനെയാണ് അത് അനുഭവപ്പെട്ടത്? ഞങ്ങളുടെ ഈ യാത്രയിൽ തുടക്കം മുതൽ ഇതേവരെ ഒരിക്കലും ആരും മാറി നിൽക്കാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ഞങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതാണ് കാണുന്നത്. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥയെ അഭിനന്ദിക്കാത്ത, അതിനെ അഭിവാദ്യം ചെയ്യാത്ത ആരും കേരളത്തിൽ ഇല്ല എന്നതാണ് ശരി. ഇപ്പോൾ കൊല്ലത്തെത്തിയപ്പോഴും വളരെ വിസ്മയകരമായ രൂപത്തിലുള്ള അഭിവാദ്യങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നതും യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇങ്ങനെ ഒരു സംഭവം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല എന്നതാണ് ശരി. എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നൊരു കേരളയാത്ര, അത് കേരളത്തിൽ ഇന്നേ വരെ ആരും നടത്തിയതായി നമ്മളറിവിൽ ഇല്ല. ആരെങ്കിലും ഒരാളൊരു എതിരായി ഒരഭിപ്രായം പറയാത്തതോ അല്ലെങ്കിൽ പ്രതികൂലിക്കാത്തതോ ആയ ഒരു കേരളയാത്ര കേരളത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നേരത്തെ ഉസ്താദ് അവറുകൾ നടത്തിയ യാത്രകൾ അതിനേക്കാൾ ഒന്നുകൂടി വിപുലമായി, ആരും ബാക്കിയില്ലാത്ത രൂപത്തിൽ എല്ലാവരും ഇതിൽ പങ്കുചേരുകയാണ് ഉണ്ടായത്. അതാണ് ഉസ്താദ് പറഞ്ഞത്, എല്ലാ മനുഷ്യരും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു യാത്ര. അത് പക്ഷേ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നടത്താൻ കഴിയില്ല, വേറെ ഏതെങ്കിലും കക്ഷികൾക്ക് നടത്താൻ കഴിയില്ല. അത് നടത്താൻ കഴിയുന്ന ഒരേ ഒരാളുണ്ട്, അത് കാന്തപുരം ഉസ്താദാണ്. ആ ഉസ്താദ് നടത്തിയ മൂന്നാമത്തെ കേരളയാത്ര, അതുകൂടാതെ കർണാടകയിലെ മനുഷ്യരുടെ മനസ്സറിയാൻ വേണ്ടി കർണാടകയിലൂടെ നടത്തിയ കർണാടക യാത്ര. അങ്ങനെ ഉസ്താദിന്റെ ഓരോ നിമിഷവും ചരിത്രത്തിൽ പുതിയ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്താണ് മുന്നോട്ട് പോകുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.